ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീടുകളിലെ ഫ്ലോർ ടൈലുകളെ കുറിച്ചാണ്. പുതിയതായി വീട് പണിയുന്നവരും വീട് റിനോവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും എല്ലാവരെയും ഒരേപോലെ കുഴക്കുന്ന, എല്ലാവരെയും ഒരേപോലെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഐറ്റമാണ് ഫ്ലോർ ടൈലുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മുടെ വീടിന് ഏറ്റവും അനുയോജ്യമായ ഫ്ലോർ ടൈലുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സ് എന്നാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. വീട് കൊച്ചിയാണ്. ഏതാണ്ട് 36 വർഷങ്ങളായി ഞാൻ ഇൻറ്റീരിയർ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മുടെ വീടിൻ്റെ ഏറ്റവും ആകർഷണം, ഏറ്റവും നമ്മുടെ വീടിന് ഭംഗി കൂട്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ടൈലുകളാണ്. ടൈലുകൾ പല തരത്തിലുണ്ട്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച്, ന്യൂ ഡിസൈൻ അനുസരിച്ച് ടൈലുകൾ, വലിയ ടൈലുകളാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നത്. 6 അടി വലിപ്പത്തിലും 4 അടി വീതിയിലുമുള്ള വലിയ ടൈലുകൾ. ഇത്തരത്തിൽ ടൈലുകൾ നമ്മുടെ ഫ്ലോറിലിടുമ്പോൾ നമ്മുടെ ഫ്ലോറിൻ്റെ ഭംഗി വളരെയധികം 10 മടങ്ങ് വർദ്ധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ടൈലുകൾ പല ഐറ്റംസിൽ, പല ഡിസൈനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. സ്റ്റെയിൻ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ടൈലുകളും ഈ കൂട്ടത്തിലുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് അഴുക്കോ കറയോ പറ്റിയാൽ യാതൊരു കാരണവശാലും ടൈലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വീഴാതെ, ഇറങ്ങി പോകാതെ, അതൊരു പാടായി ടൈലിൽ അവശേഷിക്കാതെ ക്ലീൻ ആക്കാൻ കഴിയുന്ന പ്രത്യേകതരം ടൈലുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കറിയോ മറ്റോ, അല്ലെങ്കിൽ മഞ്ഞക്കറയോ എന്തെങ്കിലും, മഞ്ഞപ്പൊടിയുടെ കറയോ എന്തെങ്കിലും ഈ ടൈലുകളിൽ വീഴുകയാണെങ്കിൽ, സാധാരണ വെർട്ടിഫൈഡ് ടൈലുകൾ ആണെങ്കിൽ അവിടെ കുറച്ച് ഉടനെ തന്നെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ ആ ടൈൽസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആ പാട് ഒരിക്കലും മായാതെ കിടക്കും. എന്നാൽ ഇന്നിറങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ടൈലുകൾ വളരെയേറെ സ്ട്രെയിൻ ഫ്രീ ആണ്. അതായത് ഇതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള കറയും ഒന്നും പിടിക്കുകയില്ല. വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന വളരെ അഡ്വാൻറ്റേജായ ടൈലുകളാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടൈൽസ് സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ടൈലുകൾ തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഈ ടൈലുകൾ സെലക്ട് ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഏത് കമ്പനിയുടെ, അത് ബ്രാൻഡഡ് കമ്പനി തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ടൈൽസുകളെ കുറിച്ച് പറയുമ്പോൾ ബ്രാൻഡഡ് കമ്പനി ആണെങ്കിൽ പോലും, ഉദാഹരണത്തിന് കജാരികയുടെ ഒരു ടൈൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കുക. അത് തന്നെ ഒരു 3 ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി. അപ്പോൾ ഏത് കമ്പനിയുടെ ടൈല് സെലക്ട് ചെയ്താലും നമ്മളത് ഫസ്റ്റ് ക്വാളിറ്റി ടൈൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഫസ്റ്റ് ക്വാളിറ്റി ടൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് എല്ലാ വശവും, ടൈൽസ് വിരിച്ചു കഴിഞ്ഞാൽ എല്ലാ വശവും 4 വശവും ഒരേപോലെ ലെവലിൽ കിട്ടും. നല്ല ലെവലിംഗ് ഉള്ള ടൈലുകളെയാണ് ഫസ്റ്റ് ക്വാളിറ്റി ടൈലുകൾ പെടുത്തുന്നത്. സെക്കൻഡ് ക്വാളിറ്റിയിൽ കുറച്ച് ബെൻഡുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ടൈലുകൾ വിരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ മുഴച്ചു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുതന്നെയാണ് തേർഡ് ക്വാളിറ്റിയിൽ. അത് ഒരിക്കലും നമുക്ക് ഒരു പണിക്കാരനും അത് ഇട്ട് ലെവൽ ചെയ്ത് കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഫസ്റ്റ് ക്വാളിറ്റി ടൈലുകൾ തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഫിനിഷിങ് കൂടുന്നതിന്
വളരെ അപ്പോക്സി ചെയ്യുമ്പോൾ, ടൈൽസിൻ്റെ ഇടയിൽ അപ്പോക്സി ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റായി ഇരിക്കണമെങ്കിൽ ടൈൽസിൻ്റെ നമ്പർ 1 ക്വാളിറ്റിയുള്ള ടൈൽസുകൾ തന്നെ, ബ്രാൻഡഡ് കമ്പനിയുടെ ടൈൽസുകൾ തന്നെ ഉപയോഗിക്കണം. ഇനി ടൈൽസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കളറുകളാണ്. നമുക്ക് പലതരത്തിലെ കളറുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കടും കളറ്, ലൈറ്റ് കളറ് എന്നിങ്ങനെയുള്ള പല പല കളറുകൾ വാങ്ങിക്കുവാൻ കിട്ടും. ലൈറ്റ് കളറുകൾ സെലക്ട് ചെയ്യുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പ്രകാശം വർദ്ധിക്കാൻ, വെളിച്ചം കൂടുതൽ കിട്ടുന്നതിന് ലൈറ്റ് കളറുകളാണ് എപ്പോഴും നല്ലത്. അതുമാത്രമല്ല, നമ്മൾ ടൈൽസിൻ്റെ കളറിന് അനുയോജ്യമായ പെയിൻറ്റിങ് തന്നെ ഭിത്തിയിൽ കൊടുക്കുകയും വേണം. പിന്നെ നിർബന്ധമായിട്ടും നമ്മൾ സ്കേട്ടിങ്ങിൽ ഒട്ടിക്കുക. ടൈൽസിന് സ്കേട്ടിങ് എല്ലാ വീടുകളിലും ഒട്ടിക്കുന്നതാണ്. ചില വീടുകളിൽ ചെല്ലുമ്പോൾ സ്കേട്ടിങ് ഒട്ടിക്കാതെ അവിടെ അല്പം ലാഭത്തിന് വേണ്ടി ഒട്ടിക്കാതെ ഇട്ടിരിക്കുന്നത് ചില ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഒരു കാരണവശാലും വീടിന് നല്ലതല്ല. കാരണം നിർബന്ധമായിട്ടും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെങ്കിൽ സ്കേട്ടിങ് നിർബന്ധമായിട്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒട്ടിച്ചിരിക്കണം. കാരണം നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നാണ് ഉറുമ്പ്, പാറ്റ എന്നിങ്ങനെയുള്ള ഇഴജന്തുക്കൾ, ചെറിയ ചെറിയ പ്രാണികൾ എന്നെല്ലാം നമ്മുടെ മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിർബന്ധമായിട്ടും സ്കേട്ടിങ് ഒട്ടിച്ചിരിക്കണം. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ ഒട്ടിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിനൊരു ലാഭം തന്നെയാണ്, ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഇൻറ്റീരിയൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിനെ ആ സ്കേട്ടിങ് ഒട്ടിച്ചില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിർബന്ധമായിട്ടും സ്കേട്ടിങ്ങുകൾ ഒട്ടിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈൽസുകൾ, വലിയ ടൈലുകൾ എടുക്കുമ്പോൾ പ്രത്യേകം 1-2 മൈനസ് പോയിന്റുകളും കൂടി അതിനുണ്ട്. കാരണം നമ്മൾ ഇതിന് മുന്നേ, അതായത് ഒരു 4-5 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിരുന്ന ടൈലുകളെല്ലാം ഇപ്പോൾ കാണുന്ന ചിത്രങ്ങളിൽ കാണുന്ന പോലെ 4 അടി നീളം 2 അടി വീതിയിലുള്ള ടൈലുകളായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ ടൈലായിട്ട് നമുക്ക് കിട്ടിയിരുന്നത്. എന്നാൽ ഇന്ന് അതിൻ്റെ അവസ്ഥ മാറി 8 അടി 6 അടി നീളം 4 അടി വീതി ഒക്കെയുള്ള വലിയ ടൈലുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2-3 ടൈലുകൾ വെച്ച് കഴിഞ്ഞാൽ റൂം നിറഞ്ഞു. അതിൻ്റെ ഒരു നെഗറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നിയത് ഫ്ലോറിൽ ഒട്ടിയിരിക്കാൻ പ്രയാസമുണ്ട്. കാരണം കുറേ നാൾ കഴിയുമ്പോൾ, വർഷങ്ങൾ, ഇപ്പോൾ ഒരു പുതിയ വീട് പണിതു 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ ഭാരമേറിയ എന്തെങ്കിലും സാധനങ്ങൾ വീണ് കഴിഞ്ഞാൽ ടൈൽസ് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഉൾഭാഗത്ത് നമ്മളിടുന്ന ചാന്ത്, സിമൻറ്റ് പിടിക്കാതെ വരും. അത് ബെൻഡായി വരുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. എന്നാൽ 4 ഭാഗവും കറക്റ്റ് ലെവലായി തന്നെ നിൽക്കും. നടുഭാഗം മുഴച്ചിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കസ്റ്റമറായ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് വെയിറ്റുകൾക്ക് നല്ല വെയിറ്റുകൾ മുകൾ ഭാഗത്ത് ടൈൽസിൻ്റെ ഒട്ടിക്കുന്ന സമയത്ത് ടൈൽസിൻ്റെ മുകളിൽ ഭാരം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. എന്നാലും ഫസ്റ്റ് ക്വാളിറ്റി ടൈലല്ലാതെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അല്പം വില കുറവാണ്, അതാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും. ടൈൽസുകളുടെ വെറൈറ്റി കളക്ഷനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ വീടിന് അനുയോജ്യമായ ടൈലുകൾ തിരഞ്ഞെടുക്കുക. എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയതായി വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എൻ്റെ ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ്. അത്തരം വിവരങ്ങൾ, വീട് സംബന്ധമായ വിവരങ്ങൾ മാത്രമേ ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ് എൻ്റെ ഈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ
എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.